വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ വിഷ്ടാണ് എടുക്കുന്നത് മിസ്റ്റർ ആർക്കി. നമ്മളിന്ന് ഇവിടെ വെച്ചാൽ 2 ഗാഡ്ജറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. 2 ഗാഡ്ജറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പശുവിനെ കൊണ്ട് സാധാരണ വീട്ടിലൊരു പേപ്പറിനെ കൊണ്ട് എങ്ങനെ നമുക്ക് വായുവിന് ബന്ധപ്പെട്ട് നമുക്ക് വായുവിലൂടെ പറക്കുന്ന വിധത്തിൽ എങ്ങനെ ഒരു ഗാഡ്ജറ്റ്സ് ഉണ്ടാക്കുന്നതാണ്. ആ ഗാഡ്ജറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴോട്ടേക്ക് വിട്ടാൽ കറങ്ങി താഴെ പോകും. അങ്ങനെയെല്ലാം ഭൂമിയുടെ നമ്മൾ മുകളിലോട്ടേക്ക് ഇട്ടാൽ ഭൂമിയുടെ ഓരോ റൊട്ടേഷനും പിന്നെ നമ്മൾ വിളിക്കുന്ന ഭൂമിയുടെ റൊട്ടേഷനും റെഗുലേഷൻസ് ഒക്കെ കറന്നിട്ട് ഒരു വരുന്നതാണ് ഒരു റിയാക്ഷനാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. ഓക്കെ, വീഡിയോയിലേക്ക് പോകുന്നത് ചാനൽ നിങ്ങൾ ആദ്യമായി കാണാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം വെച്ചാൽ ഇതുപോലെ ഒരു സെലോ ടേപ്പും പിന്നെ ഈ ഒരു കത്രികയും പിന്നെ ഒരു പേപ്പറും. നമ്മളിപ്പോൾ പേപ്പർ എടുക്കുകയാണ്. ഫസ്റ്റത്തെ ഗാഡ്ജറ്റ് നമുക്ക് സെലോ ടേപ്പ് ആവശ്യമുള്ള വെറും കത്രികയും പേപ്പറും മാത്രം ഇട്ടാൽ മതി. ഇതാണ് നമ്മുടെ ആ ഫസ്റ്റത്തെ ഗാഡ്ജറ്റ്. ഇതെങ്ങനെയാണ് സംഭവിച്ചാൽ നമ്മൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ നമ്മൾ നല്ല എയറിലൊക്കെ മറക്കുന്നതാണ്. നല്ലോണം കറങ്ങിയിട്ട് പോകുന്നുണ്ട്. നല്ലോണം കറങ്ങി കൊടുക്കുന്നത് കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും. ഇതെല്ലാം ഇതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഭൂമിയിലേക്ക് നമ്മളെന്തെങ്കിലും സാധനം താഴോട്ടേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് താഴോട്ടേക്ക് ഭൂമി വലിക്കുന്നുണ്ട്. ഇതും അങ്ങനെ തന്നെയാണ് അടിസ്ഥാനത്ത് വരുന്നത്. ഇത് താഴോട്ടേക്ക് വലിക്കുമ്പോൾ ഈ സംഭവം രണ്ട് സാധനവും തടുക്കുന്നുണ്ട്. അത് റൊട്ടേറ്റ് ആവുന്നുണ്ട്. ഇങ്ങനെ റൊട്ടേറ്റ് ആവുന്ന നേരത്ത് നല്ലോണം കറങ്ങുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്നാൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗാഡ്ജറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു പേപ്പർ നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ നടുക്കുന്ന നമ്മൾ ഇവിടെ നിന്ന് ഇതാക്കണം. നടുക്കുന്ന നമ്മൾ മടക്കാണ്. നടുക്കുന്ന മടക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ മുറുക്കാണ്. അപ്പോൾ കൈസ് നമുക്ക് നമ്മൾ ഇവിടുന്ന് മുറിക്കണം. നമുക്ക് മുറിക്കുകയാണ്. നമ്മൾ നടുക്കുന്ന ഇവിടുന്ന് പീസാക്കി എടുക്കണം. നമ്മൾ നടുക്കുന്ന പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുക്കുന്ന പണിയെന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മൾ നടുക്കുന്ന ഇതിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്ന് നമ്മൾ കുറച്ച് മുറിച്ചാൽ മതി. ഇത്ര മതി, ഇത്ര മതിയാവും. പിന്നെ നമ്മളെന്താ ചെയ്യുക വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ നടക്കണം. ഇങ്ങനെ ചെറുങ്ങനെ ഇത്ര മുറിച്ചാൽ മതി. പിന്നെ അതേ നേരത്തെ തന്നെ കുറച്ച് പകുതി മറിച്ചാൽ മതി. അധികം നിങ്ങൾ മുറിച്ചാൽ പിന്നെ താഴോട്ടേക്ക് കട്ടായി പോകും, അധികം കട്ടായി പോകും. പിന്നെ നമുക്കിതാ ഒരു ഇവിടുന്നും പിന്നെ ഇവിടുന്നും ആയിട്ടുണ്ട്. ഇനി നമ്മളെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങോട്ടേക്ക് മുടക്കണം. പിന്നെ മറ്റേ അറ്റവും നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുക്കണം. കാരണം നമ്മളൊരു വെയിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ താഴോട്ടേക്ക് പോവില്ല, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ചെരിഞ്ഞ് പൊളയും. അതുകൊണ്ടാണ്. ഇനി നമ്മളെന്ന് വെച്ചാൽ ഇതൊന്ന് അടുക്കുന്ന ഇങ്ങനെ വെച്ചിട്ട് ചെറുങ്ങനെ ഫ്ലെക്സിബിലിറ്റി ആയി കൊണ്ടുപോകണം. ഇതിനൊന്ന് ബെൻഡായി കൊടുത്താൽ മാത്രം മതി. അധികം നിങ്ങൾ മടക്കൊന്നും വേണ്ട. ഇപ്പോൾ നമുക്കിത് ആയിട്ടുണ്ട്. നമുക്കിത് വർക്കാവും നോക്കാം. ഇതൊന്ന് വർക്കാവും നോക്കാം. ഒരു മിനിറ്റ് നമ്മളിവിടെ ഒരു ഭാഗം എല്ലാ ഭാഗവും കണക്കായിട്ടുണ്ടാവണം, അല്ലെങ്കിൽ പണിയായി പോകും. രണ്ട് ഭാഗം നമ്മൾ കണക്കായി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതൊന്ന് ബെൻഡായി കൊടുത്തിട്ട് ഇടാം. നല്ല ഉഗ്രനാണ്. നമ്മൾ കുറച്ച് വെയിറ്റ് കുറയ്ക്കാം. പിന്നെ നമ്മൾ ഇതൊന്ന് വിട്ട് നോക്കാം. നമുക്ക് നല്ലോണം താഴോട്ടേക്ക് നല്ല സ്പീഡ് പോകുന്നുണ്ട്. ഇനി നമ്മളെ സെക്കൻഡ് ഗാഡ്ജറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഗാഡ്ജറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യം ഈ സെലോ ടേപ്പ്. നമുക്ക് ഫസ്റ്റ് നമ്മൾ ഗാഡ്ജറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സെലോ ടേപ്പ് ഉപയോഗിച്ചില്ല. പക്ഷേ ഈ ഗാഡ്ജറ്റ് ഉണ്ടാക്കാൻ സെലോ ടേപ്പോ പശയോ ഏതായാലും മതി. ഏതെങ്കിലും ഒരു ഒട്ടുന്ന ടൈപ്പ് ആവണം. ഇനി നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ ഈ ഒരു സൈഡ് നമുക്ക് മുറിച്ച് കളയണം. ഈ ഒരു ഭാഗം നമുക്ക് മടക്കിയിട്ട് ഈ ഒരു ഭാഗം നമുക്ക് മുറിച്ച് കളഞ്ഞേക്കാം. മുറിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കണം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ ഇവിടുന്ന് ചെറുങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ മടക്കണം. നമ്മൾ അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ മടക്കണം. ഇത് നമുക്ക് ഇപ്പോൾ നമുക്ക് ഈ ഷേപ്പിലായിട്ടുണ്ട്. ഇനി നമുക്ക് സെലോ ടേപ്പിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. സെലോ ടേപ്പ് നമുക്ക് മുറിച്ചിട്ട് കാണാം. അപ്പം നമ്മൾ ഈ ഒരു കഷ്ണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു ഭാഗം, അതായത് നമ്മൾ മടക്കിയതിൻ്റെ ആ വരയിലൂടെ തന്നെ നമ്മൾ മടക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതാ ഈ ഒരു ഭാഗം ഇങ്ങനെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഉഗ്രനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം നമുക്ക് ചെറുങ്ങനെ ഇതിങ്ങനെ ആയി കൊടുത്തിട്ട് ഇങ്ങനെ ആയി കൊടുക്കണം. നമ്മളിതാ ഇങ്ങനെ ആയി കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ഒരു ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ അടുത്ത പണി എന്ന് വെച്ചാൽ ഒരു സെലോ ടേപ്പ് നമ്മൾ കഷ്ണമാക്കണം. ഈ ഒരു കഷ്ണം നമ്മൾ എടുത്തിട്ട് ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ പിടിച്ചിട്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിതാ ഇത് രണ്ടും ഇതേപോലെ തന്നെ ഫസ്റ്റ് ഒട്ടിച്ച പാറ്റേണിൽ തന്നെ നമ്മളിതാ ഈ ഒരു ഭാഗം നമ്മൾ ഒട്ടിച്ച് ഇങ്ങനെ തീർത്ത് കളയണം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളാണെങ്കിൽ കുറച്ച് ഇതും കൂടി ലേശം ബെൻഡായി കൊടുക്കണം. കുറച്ച് ബെൻഡായി കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, നമ്മളെ ഗാഡ്ജറ്റിൻ്റെ ടെസ്റ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ഈ ഒരു അറ്റത്ത് നമ്മൾ പിടിച്ചിട്ട് ഇങ്ങനെ പറക്കി കൊടുത്താൽ അത് നല്ലോണം കറങ്ങിപ്പോകും. ഞങ്ങൾക്ക് നേരവണ്ണം കണ്ടിട്ടുണ്ടാവുമല്ലോ എന്ന് തോന്നുന്നു. നമുക്കൊരിക്കും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് നമ്മളിതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കറക്കി വിടാം. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ലഭിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.